ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സുന്ദരിയായിട്ടുള്ള സാൽവിയ ചെടിയെക്കുറിച്ചാട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, ആ ഒരു റെഡ് കളറും ആ ഒരു ഡാർക്ക് ഗ്രീനും നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഈ ചെടിയുടെ കംപ്ലീറ്റ് കെയറിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാൽവിയ ചെടി അടിപൊളിയായിട്ടുള്ള നമുക്ക് ഒരു വർഷം മുഴുവൻ പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത അതാണ്, നമുക്ക് എപ്പോഴും പൂക്കൾ തരും. നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ ഒരു ചെടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ സാൽവിയ ചെടി. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുണ്ട് കേട്ടോ. അതായത് പർപ്പിൾ കളറുണ്ട്, അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കളറിലുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം പിന്നെ പുഷ്പോത്സവം, വയനാട്ടിൽ പുഷ്പോത്സവം കാണാൻ പോയ സമയത്ത് അവിടെ ഇതിൻ്റെ എല്ലാ കളറിലും ചെടികളുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. എന്തൊരു ഭംഗിയായിട്ടാണ് എല്ലാ കളറും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കളർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീനും റെഡും ഉള്ള ആ ഒരു കൂട്ടിച്ചേർക്കലാട്ടോ. അതായത് ഈ ഒരു ഭംഗിയാണ് എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ളവർ കേട്ടോ. അപ്പോൾ ഇതിൽ വീഡിയോയിൽ ഞാൻ റെഡ് സാൽവിയ ചെടി മാത്രം കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായി എനിക്ക് തോന്നി. ഈ റെഡ് ഇങ്ങനെ കണ്ണിലിങ്ങനെ കുത്തുന്നത് നമ്മൾ നോക്കി നിന്ന് പോട്ടെ, കണ്ടാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടിക്ക് വേണ്ടിയത് നമുക്ക് കുറച്ച് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിലും അത്യാവശ്യം സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ സാൽവിയ ചെടി നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. പൂക്കൾ ഉണ്ടാവണമെങ്കിൽ എല്ലാ ഭാഗത്തും ഇപ്പം നമ്മൾ നട്ടു കൊടുക്കുന്ന എല്ലാ സൈഡിലും നമുക്ക് കുറച്ച്, ഇപ്പോൾ എപ്പീഷ്യ പ്ലാന്റൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാ ഭാഗങ്ങളിലും എപ്പീഷ്യ പ്ലാന്റിന് കുറച്ച് വെളിച്ചം കിട്ടിയാൽ മതി അല്ലേ. വെളിച്ചം കിട്ടിയാൽ നല്ല നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റാണ് എപ്പീഷ്യ. പക്ഷേ ഇതിന് കുറച്ച് സൺലൈറ്റ്, അതായത് അത്യാവശ്യം ഒരു 4 മണിക്കൂറൊക്കെയുള്ള സൺലൈറ്റ് ഇതിന് കിട്ടിയാൽ മാത്രമേ ഇതിന് നല്ല രീതിയിൽ കണ്ടില്ലേ, പൂവ് കണ്ടില്ലേ, പൂവിന് നല്ലൊരു പ്രത്യേകത ആണ് കേട്ടോ. ഒരു കുലകുലായിട്ടൊരു തണ്ടിലിങ്ങനെ നിൽക്കുന്ന ഒരു പൂവാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. അപ്പോൾ സൺലൈറ്റ് ഇതിന് മസ്റ്റാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഒരു 3-4 മണിക്കൂറുള്ള സൺലൈറ്റ് എന്തായാലും ആവശ്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ സാൽവിയ ചെടി. പിന്നെ ഇതിൻ്റെ തണ്ടിൻ്റെ ഒരു പ്രത്യേകത ഒരു ചതുര ഇതിലാണ് കേട്ടോ. തണ്ട് ചതുര രീതിയിലുള്ള ഒരു തണ്ടാണ്, അല്ലാണ്ട് ഉരുണ്ടിട്ടുള്ള തണ്ടല്ല നമുക്ക് ഉണ്ടാകുക. അപ്പോൾ ചതുര രീതിയിലുള്ള തണ്ടാണുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള തണ്ടുമാണ്. അപ്പോൾ തണ്ട് പെട്ടെന്നൊക്കെ ഒടിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കത്രികൊന്നും വേണ്ട, പെട്ടെന്ന് കയ്യോണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ച് കിട്ടുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചെടി നടുകയാണെങ്കിൽ, എന്നാൽ കുറച്ച് തണുപ്പുള്ള ഏരിയയിലൊക്കെ ഉള്ളവർ വളർത്തുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നനച്ച് കൊടുത്താൽ മതി. ചൂടുള്ള കാലാവസ്ഥയിലാണ് ഈ ചെടി നടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദിവസവും വെള്ളത്തിൻ്റെ ഒരുപാട് വെള്ളം വരുന്നു, ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നരാടം നമ്മൾ നനച്ചു കൊടുക്കുക. കാരണം ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെടി നശിക്കാനും ഇലകൾക്കൊക്കെ മഞ്ഞളിപ്പ് വരാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് വാട്ടറിങ് ആണ് പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കേണ്ടത് ഇതിന് മണൽ, കൊക്കോപ്പിറ്റ, അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിൽ, അതായത് വായുസഞ്ചാരമുള്ള പോട്ടി മിക്സ് ആകണം. അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ നന്നായിട്ട് വാർന്നു പോകുന്നൊരു പോട്ടി മിക്സിലാണ് നട്ട് കൊടുക്കേണ്ടത്. കാരണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇത് നമുക്ക് മണ്ണിൽ വെക്കാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ നട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്ന മൊത്തം ചട്ടിയിൽ നട്ടുവെച്ച ചെടിയാണ്. അപ്പോൾ മണ്ണിൽ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കുറ്റി മരമാകുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂണിങ്ങും ചെയ്യണം കേട്ടോ. പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്, ഇപ്പോൾ ഞാൻ പോട്ടി മിക്സ് പറഞ്ഞ് സൺലൈറ്റ് വാട്ടറിങ് പറഞ്ഞ്, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട്, അതായത് കട്ടിങ്സിലൂടെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വിത്ത് പാകിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിത്ത് പാകിയിട്ട് നമുക്ക് തൈകളായി വരുമ്പോൾ കുറച്ചൊരു കാലതാമസം ഉണ്ടാവും, എന്തായാലും 2 മാസമൊക്കെ ആവും. പക്ഷേ നമ്മുടെ പൂന്തോട്ടത്തിൽ പെട്ടെന്ന് പൂക്കൾ വേണമെങ്കിൽ നമ്മൾ കട്ടിങ്സിലൂടെ ഇതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അത് അതിൻ്റെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും. പൂക്കൾ തന്നെ കുലകുലായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നത് കട്ടിങ്സിലൂടെയാണ് കേട്ടോ. അപ്പോൾ കട്ടിങ്സ് എടുക്കുകയാണെങ്കിൽ വിത്ത് പാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മണ്ണിലോ ചകിരിച്ചോറിലൊക്കെ മിക്സ് ചെയ്തിട്ട് വിത്ത് പാകിയിട്ട് വിത്ത് ഒരു ചെറിയൊരു 4-5 ഇല വന്നതിന് ശേഷം മാത്രം ആ തൈ
വിത്ത് പാകിയിട്ട് 4-5 ഇല വന്നതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി നടേണ്ടത്. അതായത് ഏകദേശം ഒരു 25-20 അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആയിട്ട് നമ്മളത് മാറ്റി നട്ടാൽ മതി കേട്ടോ. കുറച്ച് ഇലകളൊക്കെ വന്നതിന് ശേഷം മാറ്റി നട്ടാൽ മതി. അത് നമ്മൾ ഈ കട്ടിങ്സ് എടുത്തിട്ട് നടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചകിരിച്ചോറും മണൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് നട്ടിട്ട് വേര് വന്നതിന് ശേഷം നമ്മൾ മാറ്റി നടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോട്ടി മിക്സിലേക്ക് അത് മാറ്റി കൊടുക്കട്ടെ. ആ ഒരു പോട്ടി മിക്സിലേക്ക് ആകുമ്പോൾ നല്ല രീതിയിലുണ്ടാകും. പിന്നെ ഇതിന് അങ്ങനത്തെ രോഗങ്ങളൊന്നും വരാറില്ല. എങ്കിലും നമുക്ക് ഈ പൂക്കളൊക്കെ കൊഴിയുന്ന സമയത്ത്, അതായത് ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കുക. അതായത് എന്താ നുള്ളി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെടികൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എന്താ കൊഴിഞ്ഞു പോയ തണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു പോലെയല്ല. അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ തൈകൾ ഇവിടെ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് തൈകൾ കണ്ടില്ല, തൈകളിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു തൈയല്ല കേട്ടോ നട്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചട്ടിയിൽ ബുഷിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ അരേലിയ പ്ലാന്റ്സ് ഒക്കെ നടും പോലെ ഒരു 4-5 തൈകൾ നട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബുഷിയായി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പ്രോണിങ് ചെയ്യുമ്പോൾ നമുക്ക് ചെടി ഒന്ന് ബുഷിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ആ കട്ടിങ്സ് കൊണ്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് കെയറിങ് ഒന്നുമില്ല, അത്യാവശ്യം നോക്കി ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു പ്ലാന്റാണ് സാൻവിയ ചെടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.